ഡോക്ടർ, എന്താണ് ഈ ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത്? ഇത് വിട്ടുമാറാത്ത സ്ഥായിയായി നിൽക്കുന്ന രോഗലക്ഷണങ്ങളാണോ? നമുക്ക് വൃക്കകളുടെ അസുഖത്തിനെ രണ്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ തരംതിരിക്കാം. ഒന്നെന്ന് പറയുന്നത് പെട്ടെന്നുണ്ടാകുന്ന അസുഖങ്ങൾ, അതിനെയാണ് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറയുന്നത്. അതാണെങ്കിൽ നമുക്ക് ചികിത്സിച്ച് നോർമലാക്കാൻ പറ്റുന്ന രോഗാവസ്ഥയാണ്. ഇനി ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് പറഞ്ഞാൽ സ്ഥായിയായിട്ടുള്ള വൃക്കസ്തംഭനം എന്ന് പറയും മലയാളത്തിൽ. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൽ വൃക്കളുടെ കേടെന്ന് പറയുന്നത്, അതിൻ്റെ ഡാമേജ് എന്ന് പറയുന്നത് സ്ഥായിയായിരിക്കുമായിരിക്കും. അതൊരു 3 മാസത്തിൽ കൂടുതൽ വൃക്കളുടെ ബുദ്ധിമുട്ട് കണ്ടിന്യൂസ് ആയിട്ടിരിക്കുന്ന അസുഖത്തിനെയാണ് നമ്മൾ CKD എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോണിക് കിഡ്നി ഡിസീസ് നമുക്ക് ചികിത്സിച്ച് നോർമലാക്കാൻ പറ്റുന്നതല്ല. കാരണം ഓൾറെഡി കിഡ്നിക്ക് ഡാമേജ് വന്നതുകൊണ്ട് അത് സ്ഥായിയായിട്ട് നിൽക്കും. പക്ഷേ നമുക്ക് അത് കൂടുതൽ മോശമാവുന്നത് അവസാനം ഡയാലിസിലോട്ട് എത്തുന്നതിനെ നമുക്ക് തടയാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ CKD എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ട് വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നമ്മൾ CKD എന്നുള്ള അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ചികിത്സിച്ച് നോർമലാക്കാൻ പറ്റത്തില്ല. ബട്ട് നമുക്കത് കൂടുതൽ മോശമാവുന്നതിൽ നിന്ന് നമുക്കതിനെ തടയാൻ പറ്റുന്നതാണ്. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഈ രോഗം നമുക്ക് എങ്ങനെ തടയാനാകും? അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ രോഗം വരുന്നത്? ക്രോണിക് കിഡ്നി ഡിസീസ് പല അസുഖങ്ങളുടെയും കാരണം കൊണ്ടും ക്രോണിക് കിഡ്നി ഡിസീസ് വരാം. ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് പ്രമേഹമാണ്. ഡയബറ്റീസ് എന്ന് പറയുന്ന അസുഖമാണ് ഈ CKD ഉണ്ടാക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം. പിന്നെ അതുകൂടാതെ അമിത രക്തസമ്മർദ്ദം, പിന്നെ കിഡ്നിയെ മാത്രമായിട്ട് ബാധിക്കുന്ന ഗ്ലോമർലോനെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞ അസുഖങ്ങളുണ്ട്. പിന്നെ SLE എന്ന് പറഞ്ഞാൽ ലൂപ്പസ് നെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ SLE എന്ന് പറഞ്ഞ അസുഖമുണ്ട്. അതെല്ലാം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. പിന്നെ ചില ടോക്സിൻസ്, അതായത് ലെഡ്, കാഡ്മിയം, മെർക്കുറി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ടോക്സിൻസ് വരാം. പിന്നെ നമ്മൾ വേദന സംഹാരികൾ അധികമായിട്ട് കഴിക്കുകയാണ്. ചില മരുന്നുകൾ വൃക്കളെ ബാധിക്കുന്ന ഉണ്ടായിട്ടുണ്ട്. പിന്നെ ചില ഒറ്റമൂലികൾ, ചില പച്ചില മരുന്നുകൾ, അങ്ങനെയുള്ളത് വരാം. പിന്നെ വളരെ റയറായിട്ട് പിന്നെ വരുന്നത് മൂത്രത്തിൽ കല്ലിൻ്റെ അസുഖം. മൂത്രക്കല്ലുള്ള എല്ലാവർക്കും CKD വരണമെന്നില്ല. പക്ഷേ ചില ആൾക്കാരിൽ മൂത്രത്തിൽ കല്ല് കാരണം സ്ഥായിയായിട്ടുള്ള പ്രശ്നം വരാം. പിന്നെ മൂത്ര തടസ്സം വരുന്നത് ചില ആൾക്കാരിൽ, പ്രോസ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞ അസുഖങ്ങളുള്ള, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കമുള്ള ആൾക്കാരിൽ മൂത്രം തടസ്സം വരാം, അതുകൊണ്ട് വരാം. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വൃക്കകളുടെ അസുഖം വരുന്നത്. അപ്പം ഇത്രയും കാരണങ്ങൾ കൊണ്ട് വരാം. പിന്നെ ഇതുകൂടാതെ ചില ജീവിതശൈലി പ്രശ്നങ്ങൾ കൊണ്ട് ഇതൊരു റിസ്ക് ഫാക്ടറായിട്ട് വരാം. അതായത് പുകവലിക്കുന്നത്, അമിതമായ വണ്ണം, ഒബീസിറ്റി എന്ന് പറയുന്നത്, പിന്നെ വേദന സംഹാരികൾ അധികമായിട്ട് കഴിക്കുന്ന ആൾക്കാരിൽ, പിന്നെ സെഡൻറ്ററി ലൈഫ്, അതായത് അധികം എക്സസൈസ് ഒന്നും ഇരിക്കുന്ന ആൾക്കാരിൽ, അങ്ങനെയുള്ള ആൾക്കാരിലൊക്കെ അതൊക്കെ ഒരു റിസ്ക് ഫാക്ടറായിട്ട് വരാം. അപ്പം അതെല്ലാം കാരണം കൊണ്ട് വൃക്കകളുടെ അസുഖം സ്ഥായിയായിട്ട് നിൽക്കാനുള്ള സാധ്യത ഉണ്ട്.